Hello everyone, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OIT റൈറ്റിംഗ് സബ് ടെസ്റ്റിനെ പറ്റിയാണ്. OIT റൈറ്റിംഗ് സബ് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഹൗ വി ക്യാൻ ഏബിൾ ടു ഗീവ് ആൻ എൻഡോസ്മെൻറ്റ് ഓൺ അവർ പേഷ്യൻറ്റ് ടു അനദർ ഹെൽത്ത് കെയർ പേഴ്സൺ. നമ്മുടെ പേഷ്യൻറ്റിനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കെയറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് മാനേജ്മെൻറ്റ്, ഒരു എമർജൻസി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടോ വേറൊരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വേറൊരു ഡോക്ടറിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നോ അല്ലെങ്കിൽ റെഫറൽ ചെയ്യുന്നോ, ആ സിറ്റുവേഷൻ നമ്മുടെ പേഷ്യനെ പറ്റി എങ്ങനെ ഒരു റിട്ടൺ ഫോം ഓഫ് ഇൻഫർമേഷൻ കൊടുക്കാൻ നമ്മൾ ഏബിളാണ്. ആ ഒരു റൈറ്റിംഗ് എബിലിറ്റിയാണ് നമ്മുടെ റൈറ്റിംഗ് സബ് ടെസ്റ്റിൽ OIT അസസ് ചെയ്യുന്നത്. സോ ഇനി എങ്ങനെയാണ് നമ്മൾ ലെറ്റർ എഴുതേണ്ടത്? ലെറ്റർ എഴുതുന്നതിന് വേണ്ടിയും OIT തന്നെ ഒരു ലെറ്റർ ഫോമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെറ്റർ ഫോമാറ്റിൽ തന്നെയായിരിക്കണം നമ്മൾ ലെറ്റർ എഴുതേണ്ടത്. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് OIT ടെസ്റ്റ് ഡേയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നത് നോട്ട് ഫോമിലുള്ള പേഷ്യൻസ് ഇൻഫർമേഷൻ ആയിരിക്കും. അതായത് പേഷ്യൻ്റെ ഇൻഫർമേഷൻ, ഒരു പേഷ്യനെ റിഗാർഡ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റെ കാര്യമായിരിക്കും. ആ അദ്ദേഹത്തെ റിഗാർഡ് ചെയ്യുന്ന നോട്ട് ഫോമിലുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിനുശേഷം നമുക്ക് സെപ്പറേറ്റ് ആയി തന്നിരിക്കുന്ന ആ ഒരു ആൻസർ ഷീറ്റ് പോർഷനിൽ നമ്മൾ ഈ നോട്ട് ഫോമിലുള്ള ഇൻഫർമേഷൻസിനെ ലെറ്റർ ഫോമിലായി എഴുതി സബ്മിറ്റ് ചെയ്യുക. അതുതന്നെയാണ് നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്, OIT റൈറ്റിംഗ് സബ് ടെസ്റ്റിന് ടെസ്റ്റ് ഡേയിൽ ചെയ്യേണ്ടത്. ഇനി കമ്മിങ് ടു ദ ഫോമാറ്റ്. OIT ലെറ്റർ എഴുതുന്നതിന് OIT സെറ്റ് ചെയ്തിരിക്കുന്ന ഫോമാറ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് ഡേറ്റ്, സെക്കൻഡ് വൺ ഈസ് അഡ്രസ്, നെക്സ്റ്റ് സല്യൂട്ടേഷൻ, ആഫ്റ്റർ ദാറ്റ് റെഫറൽ ലൈൻ, then introduction, body paragraphs, request or recommendation paragraph, and conclusion, and the last is sign off. This is the design format for writing OIT letter. Okay, so first about the date. Date means നമ്മൾ എന്നാണോ പേഷ്യൻറ്റിന് വേണ്ടി ഈ ഒരു ലെറ്റർ എഴുതുന്നത്, റീഡറിന് വേണ്ടിയിട്ട് ഈ ഒരു ലെറ്റർ എഴുതുന്നത്, അത് തന്നെയാണ്, ആ ഡേറ്റാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ ഈസ് അഡ്രസ്. അഡ്രസ് മസ്റ്റ് ബി ഓൺ അവർ റീഡർ, അല്ലേ? നമ്മൾ ആർക്കാണോ ഈ ലെറ്റർ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് തന്നെയാണ്. നെക്സ്റ്റ് സല്യൂട്ടേഷൻ. സല്യൂട്ടേഷൻ മീൻസ് നമ്മളിപ്പോൾ ഒരു ഡോക്ടറിനാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ഡിയർ ഡോക്ടർ ഓർ ഡിയർ സർ ഓർ മാഡം, നമ്മളങ്ങനെ ഒരു റെസ്പെക്റ്റ്ഫുള്ളി നമ്മുടെ റീഡറിനെ ഡിനോമിനേറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ സല്യൂട്ടേഷൻ ദർ ഇസ് റെഫറൽ ലൈൻ. റെഫറൽ ലൈൻ മീൻസ് ഞാൻ റെഫർ ചെയ്യുന്ന, അല്ലെ ഞാൻ കെയർ കൊടുത്തുകൊണ്ടിരുന്ന ആ പേഷ്യൻറ്റ് നമ്മൾ റെഫർ ചെയ്യുകയാണ്, അല്ലേ? അപ്പോൾ റെഫർ ചെയ്യുന്ന ആ പേഷ്യൻറ്റും പേഷ്യൻ്റെ പേരും അതുപോലെ തന്നെ പേഷ്യൻ്റെ ഏജുമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. സോ നെയിം ഓഫ് യുവർ പേഷ്യൻറ്റ് ആൻഡ് ഏജ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മിസ്റ്റർ ജോർജ് ഏജ്ഡ് 79 years. സോ നമ്മൾ ആ പേഷ്യൻ്റെ പേരും അതുപോലെ ഏജും മെൻഷൻ ചെയ്യുന്നതാണ് റെഫറൽ ലൈനിൽ. Then coming to the introduction portion. In introduction, we must include 3 P's. 3 P's means, the first P means patient name. Who is my patient or which patient I am transferring to you. Okay, so that patient name. Second P is purpose of the letter. Third P is patient problem. ഓക്കെ, സോ പേഷ്യൻ്റെ പ്രോബ്ലം എന്താണ്, പേഷ്യൻ്റ് ആരാണ്, പേഷ്യൻ്റ് എന്ത് കെയറാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്ത് പർപ്പസിനാണ് ഞാൻ ലെറ്റർ എഴുതുന്നത്. സോ ഇങ്ങനെയുള്ള ഈ 3 P's ആണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പോർഷനിൽ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ആഫ്റ്റർ ഇൻട്രൊഡക്ഷൻ കമ്മിങ് ടു ദ ബോഡി പാരഗ്രാഫ്സ്. ബോഡി പാരഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ പ്രസൻറ്റ് ഹെൽത്ത് സിറ്റുവേഷൻ, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഇപ്പോൾ എമർജൻസി ആയിട്ട് കെയർ കൊടുക്കേണ്ട ആ ഒരു ഹെൽത്ത് സിറ്റുവേഷനെ പറ്റിയും, അതുപോലെ സെക്കൻഡറി ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റിയും, അതുപോലെ എന്തെങ്കിലും മെഡിക്കേഷൻ അലർജി ഉണ്ടോ, ഫുഡ് അലർജി ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഹെൽത്ത് കെയർ മാറ്റർ നിങ്ങൾക്ക് റീഡറിനെ ഇൻഫോം ചെയ്യാനുണ്ടോ, ഇങ്ങനെയുള്ള റെലവൻസി അനുസരിച്ച് നമ്മൾ പേഷ്യൻ്റെ ഇപ്പോഴുള്ള ഹെൽത്ത് സിറ്റുവേഷനെ നമ്മൾ പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് റീഡറിനെ ഇൻഫോം ചെയ്യുന്നു. സോ അതിനാണ് നമ്മൾ ബോഡി പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു ലെറ്ററിൽ നമുക്ക് 2 or 3 ബോഡി പാരഗ്രാഫ്സ് എഴുതാവുന്നതാണ്. ഓക്കെ, so after this body paragraphs, coming to the request or recommendation paragraph. Here എൻ്റെ പേഷ്യൻറ്റിന് ഇതാണ് കണ്ടീഷൻ, അല്ലെ ഇതാണ് ഡയഗ്നോസിസ്. സോ ഞാൻ താങ്കളിൽ നിന്ന് പേഷ്യൻറ്റിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കെയർ ഇതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ റീഡറിന് എന്ത് കെയർ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു,
എന്നുള്ള രീതിയിലൊരു റിക്വസ്റ്റ് കൊടുക്കുന്നു. ഇന്ന പ്രോബ്ലംസ് ഉണ്ട് എൻ്റെ പേഷ്യൻ്റ്, അതുകൊണ്ട് ഞാൻ ദിസ് ടൈപ്പ് ഓഫ് കെയർ ആണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന രീതിയിലൊരു റിക്വസ്റ്റ്, അല്ലെങ്കിൽ എൻ്റെ പേഷ്യൻ്റ് ഇന്ന കാര്യങ്ങളാണ് ആവശ്യമുള്ളത് എന്നൊരു റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. ഓക്കെ, അതാണ് ആ ഒരു പോയിൻറ്റ്സ് ആണ് നമ്മൾ റിക്വസ്റ്റ് ഓർ റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യേണ്ടത്. സോ ആഫ്റ്റർ ദിസ് റിക്വസ്റ്റ് ഓർ റെക്കമെൻഡേഷൻ പാരഗ്രാഫ് കമ്മിങ് ടു ദ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളല്ലേ ആസ് എ പ്രൊഫഷണൽ റോളിൽ, നമ്മളൊരു നഴ്സിൻ്റെ റോളിൽ നിന്നുകൊണ്ടാണ് ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ഈ പേഷ്യൻറ്റിനെ കെയർ കൊടുത്ത ആളാണ് ഞാനല്ലേ. സോ എന്തെങ്കിലും ഫർദർ ഈ പേഷ്യൻ്റെ കാര്യത്തിൽ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ള നിങ്ങളുടെ ആ ഒരു കൺക്ലൂഷനാണ് ഈ ഒരു കൺക്ലൂഷൻ പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ ആഫ്റ്റർ കൺക്ലൂഷൻ അബൌട്ട് സൈൻ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നോട്ട് ഫോമിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മുടെ റോൾ എന്താണ് എന്നവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ആസ് എ ഹെഡ് നഴ്സ് ഓർ ആസ് എ വാർഡ് ഇൻചാർജ് ഓർ ആസ് എ സ്റ്റാഫ് നഴ്സ്, സോ എന്താണ് അവിടെ തന്നിരിക്കുന്നത് നമ്മുടെ റോള്, ആ റോളിൽ ഉള്ള നമ്മുടെ നെയിം അവിടെ മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നെയിം എഴുതുക, അല്ലെങ്കിൽ നമ്മൾ എന്താണോ റോള് പറഞ്ഞിരിക്കുന്നത്, ഹെഡ് നഴ്സ് ആണോ സ്റ്റാഫ് നഴ്സ് ആണോ അത് പറഞ്ഞ് നമ്മളൊരു സൈൻ ഓഫ് കാണിക്കുക ലെറ്ററിന് വേണ്ടിയിട്ട്. Then the last portion under the sign off session is yours sincerely or yours faithfully എന്ന് നമ്മൾ റീഡറിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, സോ ദീസ് ആർ ദ ഫോമാറ്റ് ഫോർ OET ലെറ്റർ. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ കമ്മിങ് ടു ദ ക്രൈറ്റീരിയ ഫോർ ഇവാലുവേറ്റിംഗ് OET ലെറ്റർ. നമ്മൾ OET റൈറ്റിംഗ് സബ് ടെസ്റ്റിൽ നമ്മുടെ ലെറ്റർ എങ്ങനെയാണ് OET ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? ഓക്കെ, സോ ഫസ്റ്റ് ക്രൈറ്റീരിയ ഇസ് പർപ്പസ്, സെക്കൻഡ് വൺ ഇസ് കണ്ടന്റ്, തേർഡ് വൺ ഇസ് കൺസൈസ് ആൻഡ് ക്ലാരിറ്റി, ഫോർത്ത് വൺ ഇസ് genre and style, fifth one is layout or organization, the sixth one is language. Okay, so these are the 6 criteria OET using to assess or evaluate our letter. Okay, so first about the purpose of the letter. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു അല്ലേ, പർപ്പസ് എന്നുള്ള ഒരു പർപ്പസ് ഓഫ് ദ ലെറ്റർ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിലാണ്. ഇൻട്രൊഡക്ഷനിൽ പേഷ്യൻ്റെ പേരെന്താണ്, പേഷ്യൻ്റെ പ്രോബ്ലം എന്താണ്, ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ആ റീഡറിന്, നമ്മൾ എഴുതുന്ന അദ്ദേഹം അല്ലേ, ഏത് ഡോക്ടറിനാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, റെഫറൽ ചെയ്യുന്നത്, അദ്ദേഹത്തിന് മനസ്സിലാവണം എന്താണ് കേസ്, ഏതാണ് പേഷ്യൻ്റ്, എത്ര ഇയേഴ്സ് ഓൾഡാണ്, അതുപോലെ ഞാൻ എന്ത് കെയറാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് എന്ന് അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പർപ്പസിനെ സ്റ്റേറ്റ് ചെയ്തിരിക്കണം ക്ലാരിറ്റിയോടുകൂടി. ഓക്കെ, so that's our purpose. Second is concise and clarity. Here concise and clarity means പേഷ്യൻ്റ് ഒരുപാട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പാൻഡഡ് ആയിട്ട് ലെറ്റർ എഴുതാതെ കൺസൈസ് ആയിട്ട് എഴുതണം, അതുപോലെ ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. സോ ഹിയർ OET തന്നെ ഇൻസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ലെറ്ററിൻ്റെ വേർഡ്സ് എന്ന് പറയുന്നത് 180 to 200 വേർഡ്സിനുള്ളിലായിരിക്കണം നമ്മൾ ലെറ്റർ എഴുതേണ്ടത്. ദാറ്റ് മീൻസ് ആ 200 വേർഡ്സിലും കൂടുതൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വി ഇൻക്ലൂഡഡ് ഓൾറെഡി ഇറെലവൻറ്റ് ഡേറ്റാസ്. റെലവൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ നമുക്ക് ആ ഒരു 200 വേർഡ്സിൽ എഴുതാൻ പറ്റും. സോ ആ ഒരു ക്രൈറ്റീരിയ ആണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, കൺസൈസ് ആൻഡ് ക്ലാരിറ്റി ഓഫ് യുവർ ലെറ്റർ. ഓക്കെ, കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി ഓഫ് യുവർ ലെറ്റർ. ചുരുക്കി എഴുതുക, അതുപോലെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, വായിക്കുന്നവർക്ക് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അബൌട്ട് genre ആൻഡ് സ്റ്റൈൽ. genre ആൻഡ് സ്റ്റൈൽ മീൻസ് നമ്മൾ ഞാൻ പറഞ്ഞു ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു ബോഡി പാരഗ്രാഫ്സ്. റിഗാർഡിങ് ബോഡി പാരഗ്രാഫ്സ്, ഇവിടെ പേഷ്യനെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ആ ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ കമ്മിങ് ടു ദ സെക്കൻഡ് ബോഡി പാരഗ്രാഫ് ഓർ തേർഡ് ബോഡി പാരഗ്രാഫ്സ്, നമുക്ക് സെക്കൻഡറി ഇഷ്യൂസ്. ദെൻ ദ തേർഡ് പാരഗ്രാഫ് നമുക്ക് എന്തെങ്കിലും പേഷ്യന് അലർജി ഉണ്ടോ, ഫുഡ് അലർജി, മെഡിക്കേഷൻ അലർജി, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ആ ഒരു പാരഗ്രാഫിനെ ഒക്കെയും ഡിസൈൻ ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു ഓർഗനൈസേഷനെയാണ് ഇവിടെ, ഒരു സ്റ്റൈലിങ്ങിനെയാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, genre ആൻഡ് സ്റ്റൈൽ ഓഫ് യുവർ ലെറ്റർ. ഓക്കെ, ദ നെക്സ്റ്റ് criteria is layout and organization. Here OET evaluating your letter format. OET തന്നെ നമുക്ക് ഗൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് ലെറ്റർ ഫോമാറ്റ് അല്ലേ. അപ്പോൾ ആ ഫോമാറ്റിനെ ബേസ് ചെയ്ത് എക്സാക്ട്ലി നമ്മൾ ആ ഒരു ഫോമാറ്റ് ബേസ്ഡ് ആണോ ലെറ്റർ എഴുതിയിരിക്കുന്നത്, അതാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ലേഔട്ട് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് യുവർ ലെറ്റർ. സോ ദ നെക്സ്റ്റ് വൺ ഇസ്
Language, this session is very important for us. ലാംഗ്വേജ് ക്രൈറ്റീരിയയിലാണ് നമ്മുടെ ലെറ്ററിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുപോലെ നമ്മുടെ ഗ്രാമറ്റിക്കൽ, നമ്മൾ എഴുതിക്കുന്ന ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഗ്രാമറ്റിക്കൽ സ്ട്രക്ചേഴ്സ്, ഇംഗ്ലീഷ് ടെൻസസ്, ഓക്കെ, ഓക്സിലറി വേർബ്സ്, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പഞ്ച്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്, കോമ, ഇൻവേർട്ടഡ് കോമ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പഞ്ച്വേഷൻസ് എന്ന് പറയുന്നത്. സോ ആ പഞ്ച്വേഷൻസ് യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ദെൻ അതിനുശേഷം ഓക്സിലറി വേർബ്സ്, ആർട്ടിക്കിൾസ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്, കണക്റ്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ മെഡിക്കേഷൻസ് ഡിനോമിനേറ്റ് ചെയ്യാൻ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണോ സ്മോൾ ലെറ്റേഴ്സ് ആണോ, ചില മെഡിസിനാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ മസ്റ്റായിട്ടും എഴുതണം, ചിലതിന് നമുക്കത് അവോയ്ഡ് ചെയ്യാം അല്ലേ, സ്മോൾ ലെറ്റേഴ്സ് എഴുതാം. സോ അങ്ങനെയുള്ളതിൽ നമ്മൾ ക്യാപിറ്റൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പേഷ്യനെ യൂസ് ചെയ്യാൻ നമ്മൾ നൗൺ ആൻഡ് പേഷ്യൻ്റെ പേര്, അതിനുശേഷം നമ്മൾ പ്രൊനൗൺ ചെയ്തിട്ടുണ്ടോ, എവിടെയെങ്കിലും നമ്മൾ ഹി ഓർ ഷീ എന്നുള്ളത് മാറിയിട്ടുണ്ടോ, അതുപോലെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കണക്റ്റേഴ്സ്, അങ്ങനെയുള്ള, അതുപോലെ ഓരോ പാരഗ്രാഫ്സിലും, ബോഡി പാരഗ്രാഫ്സിലും പർപ്പസിലും, അതുപോലെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോഴെല്ലാം ഒരേ വേർഡ്സ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും ഇവാലുവേറ്റ് ചെയ്യുന്നത് അണ്ടർ ദിസ് ക്രൈറ്റീരിയ, ദാറ്റ് ഈസ് ലാംഗ്വേജ്. ഓക്കെ, സോ ദീസ് ആർ ദ ക്രൈറ്റീരിയാസ് ടു ഇവാലുവേറ്റ് അവർ OET letter on our test day, okay, especially on our writing subtest test day. Okay, so ini coming to the test day, some instructions. Test day, our total duration of the letter writing is 45 minutes. Okay, 45 minutes ആണ്. ഇതിലെ first 5 minutes എന്ന് പറയുന്നത് it's for reading your given notes. ഞാൻ പറഞ്ഞു നോട്ട്സ് ഫോമിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യനിനെ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിലെ കണ്ടൻറ്റ് വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു റീഡിംഗ് ടൈമാണ് ഫസ്റ്റ് 5 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഈ 5 മിനിറ്റ്സ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്, നമുക്കവിടെ എഴുതാൻ പെർമിഷൻ ഇല്ല. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അവിടെ തന്നിരിക്കുന്ന ആ നോട്ടിലുള്ള കണ്ടൻറ്റ് മുഴുവൻ, അല്ലേ, നമ്മുടെ പേഷ്യൻറ്റിനെ റിഗാർഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആണ്. ആ കണ്ടൻറ്റ് മുഴുവനും നന്നായി വായിച്ചിട്ട് പേഷ്യൻ്റെ കാര്യങ്ങളെ നമ്മളൊരു മെൻ്റലി ഓർഗനൈസ് ചെയ്യുക. അടുത്ത 40 മിനിറ്റ്സിൽ ലെറ്റർ എഴുതാൻ പോവുകയാണ്, ഞാൻ എന്തൊക്കെ എഴുതണം എന്ന് നമ്മളൊരു ഓർഗനൈസ് ചെയ്യാനുള്ള സമയവും ഒപ്പം ആ നോട്ട്സ് വായിച്ച് നന്നായി നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ആക്കാനുള്ള ഒരു റീഡിംഗ് ടൈമാണ് ഫസ്റ്റ് 5 മിനിറ്റ്സ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട പേഷ്യൻ്റ് ആരാണ്, പ്രോബ്ലം എന്താണ്, പേഷ്യൻ്റെ ഏജ് എത്രയാണ്, പിന്നെ പേഷ്യൻ്റ് ഫീമെയിൽ ആണോ മെയിൽ ആണോ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള പ്രൊഫൈല് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ റെലവൻറ്റ് ഡേറ്റാസ് ആൻഡ് കട്ട് ഓഫ് യുവർ ഇറെലവൻറ്റ് ഡേറ്റാസ്. റെലവൻറ്റ് ഡേറ്റാസിനെയും ഇറെലവൻറ്റ് ഡേറ്റാസിനെയും വായിച്ച് മനസ്സിലാക്കുക. റെലവൻറ്റ് ഡേറ്റാസ് നമുക്ക് ലെറ്റർ എഴുതാൻ ആവശ്യമുണ്ട്, ഇറെലവൻറ്റ് ഡേറ്റാസ് നമുക്ക് കട്ട് ഓഫ് ചെയ്യണം, അല്ലേ. സോ അതൊക്കെ നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്യാനും വായിച്ച് മനസ്സിലാക്കാനുമാണ് ഫസ്റ്റ് 5 മിനിറ്റ്സ്. ആൻഡ് ദ സെക്കൻഡ് കമ്മിങ് 40 മിനിറ്റ്സ് ഫോർ റൈറ്റിംഗ് യുവർ ലെറ്റർ. ഇനി വരുന്ന 40 മിനിറ്റാണ് നമുക്ക് ലെറ്റർ എഴുതാനുള്ളത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആദ്യം 5 മിനിറ്റ്സ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് നമുക്ക് ടൈം മാനേജ് ചെയ്ത് എഴുതാൻ സാധിക്കും, അല്ലേ. അപ്പോൾ റെലവൻറ്റ് ഡേറ്റാസൊക്കെ കളക്ട് ചെയ്യുക. റെലവൻറ്റ് ഡേറ്റാസ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, അക്കോർഡിംഗ് ടു ദ പേഷ്യൻറ്റ് സിറ്റുവേഷൻ ഓഫ് പേഷ്യൻറ്റ് കണ്ടീഷൻ ആസ് വെൽ ആസ് അക്കോർഡിംഗ് ടു അവർ റീഡർ. ആർക്കാണോ എഴുതുന്നത് ഒപ്പം പേഷ്യൻ്റെ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് റെലവൻറ്റ് ഡേറ്റാസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ലെറ്റർ ഫോമാറ്റ് ബേസ് ചെയ്ത് നിങ്ങളുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയയും മനസ്സിൽ മൈൻഡ് ചെയ്തുകൊണ്ട് തന്നെ ലെറ്റർ എഴുതുക. ഓക്കെ, സോ 40 മിനിറ്റ്സും ഫുള്ള് നമ്മൾ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കാതെ ലാസ്റ്റ് ഒരു 3 to 5 മിനിറ്റ്സ് ലീവ് ചെയ്യണം ഫോർ ഫൈനൽ ചെക്കിങ്. ഓക്കെ, നിങ്ങളൊരു കൗണ്ടർ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു 3 to 5 മിനിറ്റ്സ് നമ്മൾ ലീവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടോ, ഫുൾ സ്റ്റോപ്പൊക്കെ കറക്റ്റാണോ, കോമയൊക്കെ കറക്റ്റാണോ, അതുപോലെ പ്രൊനൗണൊക്കെ ചെയ്തിരിക്കുന്ന കറക്റ്റ്, ഇങ്ങനെ നിങ്ങളുടെ ഒരു ഫൈനൽ അല്ലേ ഒരു ചെക്കിങ്ങിനുണ്ട്, ഒരു കൗണ്ടർ ചെക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. സോ ഇത്രയാണ് നമുക്ക് റൈറ്റിംഗ് സബ് ടെസ്റ്റിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ സെഷൻ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.